നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ചെല്ല്. നിനക്ക് വേണ്ടി ഒരു ഉഗ്രൻ സമ്മാനം ആന്റി അവിടെ വെച്ചിട്ടുണ്ട്. ആ സീക്കിസി പുറത്തോട്ട് പോകുന്നൊന്നും കണ്ടില്ല. ഇനി അയാൾ റൂമിലെങ്ങാനും ഉണ്ടാവോ? പ്രശ്നാവോ? എന്താലോചിച്ച് നിക്കുവാടി? അത് പിന്നെ വാ മാഡം എന്ന് പറഞ്ഞു വന്ന് കാല് പിടിച്ചാലേ മാഡം അകത്തേക്ക് വരത്തുള്ളൂ. ഇങ്ങോട്ട് വന്നേ, വന്ന് അടിച്ചു വാര്. അല്ല, പുള്ളിക്കാരനകത്തില്ലേ? പുള്ളി പോയിട്ട് ഞാൻ വൃത്തിയാക്കിയ പോരെ? പുള്ളിയോ? ഏത് പുള്ളി? ആരാടി നിന്റെ പുള്ളി? ചോദിച്ചത് കേട്ടില്ലേ? നീ പുള്ളിന്ന് വിളിച്ചത് ആരെയാണെന്ന്? സോറി, സാറകത്തുണ്ടെങ്കി ഞാൻ പിന്നെ വരാം. സാറൊന്നും ഇവിടെ ഇല്ല, വന്ന് ക്ലീൻ ചെയ്. വാ. കഴിഞ്ഞോ? കഴിഞ്ഞു മാഡം. എങ്കിൽ ഒരു കാര്യം ചെയ്, ഈ വേസ്റ്റ് എല്ലാം എടുത്ത് അതുപോലെ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ചേക്ക്. ശരി മാഡം. ഹലോ, എന്തായി? ശിവാനി, 2 ലക്ഷം രൂപയോളം വില വരുന്ന ഡയമണ്ട് മോതിരവാ ഡസ്റ്റ്ബിന് ഞാൻ ഇട്ടിരിക്കുന്നത്. നിർമ്മല ഡസ്റ്റ്ബിനുമായി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കത്തിക്കാൻ പറഞ്ഞു വിട്ടേക്കാ ഞാൻ. നീ വേഗം നിന്റെ പണി തുടങ്ങിക്കോ, ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം. ശരി ആന്റി. എവിടെ പോവാ? ഈ വേസ്റ്റ് കൊണ്ടേ കത്തിച്ചു കളയാൻ. നിനക്കൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. എന്താ നിന്ന് പരുങ്ങുന്ന? ഇല്ല, ഞാൻ പരിങ്ങില്ലല്ലോ. കള്ളം പറയണ്ട, എന്തോ ഉണ്ട്. നീ ജ്യോതി ആന്റിയുടെ മുറിയിൽ ചെന്ന് എന്തെങ്കിലും വേണ്ടതിന് കാണിച്ചോ? അതോ വല്ല മോഷണം നടത്തിയോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. വെറുതെ അങ്ങനെയൊന്നും പറയില്ലേ. നിക്കവിടെ. നീ എന്തിനാ ഇങ്ങനെ എസ്കേപ്പ് ആയി പോവാൻ നോക്കുന്നേ? സത്യം പറ, അവിടുന്ന് നീ എന്താ മോഷ്ടിച്ചേ? നീ എന്തോ എടുത്തു എന്നുള്ളത് ഉറപ്പാ. ഞാൻ മൊത്തത്തിലൊന്ന് പരിശോധിക്കട്ടെ, നോക്കട്ടെ. എന്താ പ്രശ്നം? ഇവള് ജ്യോതി ആന്റിയുടെ മുറിയിൽ നിന്ന് എന്തോ മോഷ്ടിച്ചു. ഇവള് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഒരടി അനങ്ങാൻ സമ്മതിക്കില്ല. നോക്കട്ടെ, നേരെ കാണിച്ചേ. മാറി നിൽക്കണ്ടേ ശിവാനി, മര്യാദയ്ക്ക് നിന്നോ. നീ ആരുടെ നേരെ മോഷണ കുറ്റം ആരോപിക്കുന്നതെന്ന് അറിയൂ നിനക്ക്? ആരായാലും എന്താ, മോഷണം നടത്തിയ അത് മോഷണം തന്നെയാ. നീ എന്തിനാ ഈ വേസ്റ്റ് ബിന്നിൽ പിടിച്ചോണ്ട് നിൽക്കുന്നേ? മോഷ്ടിച്ച സാധനം ഇതിനകത്താണോ വെച്ചിരിക്കുന്നേ? ആ വേസ്റ്റ് തട്ട്, അതിനകത്തുള്ളത് മുഴുവൻ ഇവിടെ തട്ട്. ശിവാനി, നീ പറയുന്നത് പോലെ നിർമ്മല ആന്റി തെറ്റൊന്നും ചെയ്യില്ല. അതെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മോഷണം നടത്തുന്ന സ്വഭാവമൊന്നും നിർമ്മലക്കില്ല. അതുള്ളല്ലോ. ആന്റി ഇവൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കണ്ടിട്ടേ
നിങ്ങൾ തമ്മിൽ വർഷങ്ങൾക്ക് മുൻപേ പരിചയമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഓ, അപ്പൊ നിർമ്മലയെ ആന്റിക്ക് ഇവിടെ വരുന്നതിന് മുന്നേ അറിയാം അല്ലെ? എനിക്കെങ്ങനെ അറിയാനാ? ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. എങ്കി പിന്നെ കണ്ണടച്ചുള്ള അഭിപ്രായ പ്രകടനം അങ്ങ് നിർത്ത്. ഇങ്ങോട്ട് എടുക്കടി. അവളുടെ ഒരു അഭിനയം. അയ്യോ, എന്റെ ഊഹം തെറ്റിയില്ല അപ്പൊ. സത്യമായിട്ടും ഇത് ഞാൻ എടുത്തതല്ല, എനിക്കറിയില്ല. പിന്നെ എങ്ങനെ ഈ മോതിരം നിന്റെ വേസ്റ്റ് ബിന്നിൽ വന്നു? പറ. ഇത് ജ്യോതി ആന്റിയുടെ മുറിയിൽ നിന്ന് നീ എടുത്ത് ഈ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇട്ടതല്ലേ? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഈ മോതിരം കാണുന്നതിന് ഞാൻ ഇപ്പോഴാ. ശിവാനി, ശിവാനി, മുറിയിലിരുന്ന് എന്റെ ഡയമണ്ട് മോതിരം കാണാനില്ല. നീ വന്നപ്പോ അവിടെ എങ്ങനെ ഇരിക്കുന്ന കണ്ടായിരുന്നോ? ആ, ഇത് തന്നെ. ഇതെങ്ങനെ നിന്റെ കൈ കിട്ടി? ഇവള് ഇത് ആന്റിയുടെ മുറിയിൽ നിന്ന് മോഷ്ടിച്ച് കടത്താൻ നോക്കിയതാ. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. എടി പാവി, ഇതാണോ ഞാൻ പോലും ആവശ്യപ്പെടാതെ മുറി വൃത്തിയാക്കാനെന്ന് പറഞ്ഞ് എന്റെ മുറിയിലോട്ട് കയറി വന്നത്? ഇവിടെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്. കള്ളി. ദേ, വെറുതെ കയറി ആരെയും കള്ളിന്നൊന്നും വിളിക്കരുത്. നിർമ്മല ആന്റി മോതിരം എടുക്കുന്നത് നിങ്ങൾ കണ്ടോ? മോതിരം എടുക്കാതെ പിന്നെ തനിച്ച് വന്നിത് വേസ്റ്റ് ബിന്നി കിടക്കോ? നിനക്ക് നാണല്ലേ ഈ കള്ളിയെ സപ്പോർട്ട് ചെയ്യേ? ദേ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്തായാലും നിർമ്മല ആന്റി മോതിരം ഒന്നും എടുക്കില്ല. അതെ, ഈ വിഷയത്തിൽ നീ കയറി അഭിപ്രായം പറയണ്ട. നഷ്ടപ്പെട്ടത് എന്റെ മോതിര. എന്റെ മോതിരി കൈവച്ച് വരുത്തി ഇനി ഈ വീട്ടിലുണ്ടാവില്ല. ഇങ്ങനെ കണ്ണി കാണുന്നതെല്ലാം മോഷ്ടിക്കുന്ന ഇവളെ എങ്ങനെ ഇവിടെ വേലക്കാരിയിട്ട് വെക്കും? മര്യാദയ്ക്ക് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. അതെ, നിർമ്മല ആന്റി എങ്ങോട്ടും പോകുന്നില്ല.